ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ടാസ്കിൽ, അതായത് മുഖമുദ്ര എന്ന് പറയുന്ന ടാസ്കിൽ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ അഭിഷേക് ചെയ്തത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. അവിടെ ജിൻഡോ വന്നിട്ട് സീലടിക്കാനായിട്ട് വന്ന സമയത്ത് ജിൻഡോയുടെ ബോർഡിൽ പോയി അഭിഷേകിന് സീലടിക്കാമായിരുന്നു. കാരണം ഇതിനു മുമ്പ് കളിച്ച എല്ലാ മത്സരാർത്ഥികളും ജാസ്മിനും സിജോയെ എടുത്തു നോക്കി കഴിഞ്ഞാൽ തന്നെ സിജോ ജാസ്മിന്റെ അടിക്കാൻ പോയപ്പോൾ ജാസ്മിൻ നേരെ സിജോയുടെ പോയി അടിച്ചു. അവർ രണ്ടുപേരും പരസ്പരം അടിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ പരസ്പരം അടിച്ച് അവരവിടെ ഒരു ഇതായിട്ട് നിന്നു. ഇത് ഇപ്പൊ ജിൻഡോ പോയി അഭിഷേകിന്റെ ബോർഡയില് സീലടിക്കാൻ പോയ സമയത്ത് അഭിഷേക് ചെയ്തത് എന്താ? നേരെ ജിൻഡോയെ പിടിച്ച് തടയുകയും ജിൻഡോയെ പിടിച്ച് തള്ളുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ചെയ്തതിന്റെ ഫലമായിട്ടാണ് അവിടെ അത്രയും വിഷയം ഉണ്ടായത്. അല്ലാതെ ജിൻഡോ അഭിഷേകിന്റെ അവിടെ സീലടിക്കാൻ പോയ സമയം കൊണ്ട് നേരെ പോയി ജിൻഡോയുടെ അവിടെ പോയി സീലടിച്ചിരുന്നെങ്കിൽ ആ ഗെയിം അടിപൊളിയായേനെ. അവർ രണ്ടുകൂടെയുള്ള ടൈറ്റ് മൈൻസ് മത്സരം പോലെ ആയേനെ. അവരിൽ ആരാണ് ഏറ്റവും കൂടുതൽ അടിച്ചത് എന്നുള്ള ഒരു ഇത് വന്നേനെ. അങ്ങനെയാണ് കളിച്ച് ഒരു മത്സരത്തെ കളിച്ച് ജയിക്കേണ്ടത്. ഇവിടെ ഫിസിക്കൽ ടാസ്ക് എന്ന് പറഞ്ഞാൽ അടിയും പഴവത്തിന് വേണ്ടിയുള്ള വന്നതല്ലല്ലോ. ഇവിടെ നമ്മൾ ഒരു ഇത് ചെയ്യണ്ടേ, നമ്മൾ ആ കളിക്കുന്ന കളിയോടൊരു മാന്യത വേണ്ട. ഇപ്പോൾ മറ്റു മത്സരാർത്ഥികളെല്ലാം അതേപോലെ തന്നെ ചെയ്തേക്കണേ. ഋഷിയുടെ വന്ന് ശ്രീതു അടിക്കാൻ വന്നപ്പോ ശ്രീധുവിന്റെ പോയി ഋഷി അടിച്ചു. അങ്ങനെ അവർ പരസ്പരം എന്താ പറയാ, അങ്ങനത്തെ കളി. അല്ലാതെ ഇവിടെ ഈ അഭിഷേക് കാണിച്ച പോലെ എനിക്കെല്ലാം നേടാം, എൻ്റെ അടുത്ത് നല്ല കരുത്തുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ജിൻഡോയെ പിടിച്ചു തള്ളിയത് അത് മോശമായ ഒരു കാര്യമാണ്. പലപ്പോഴും അഭിഷേക് പറയുന്നുണ്ട് ജിൻഡോയ്ക്ക് വേറെ ഒന്നുമില്ല, ഞാനങ്ങ് വലിയ കൊമ്പത്തെ ആളാ എന്നുള്ള രീതിയിലൊക്കെ അവിടെ വർത്തമാനം പറയുന്നുണ്ട്. അത് നമുക്ക് ഈ ഒരു ടാസ്കിൽ കാണുകയും ചെയ്തു. അതായത് ജിൻഡോയോടുള്ള ഒരു കെറു അല്ലെങ്കിൽ ജിൻഡോയോടുള്ള ഒരു ദേഷ്യം ആ ടാസ്കില് അഭിഷേക് കാണിച്ചു. കാരണം പല സ്ഥലത്ത് വരുന്ന ജിൻഡോയുടെ കുറ്റം പറഞ്ഞ അഭിഷേകിന്റെ മനസ്സിൽ ഈ ഒരു കാര്യമുണ്ട്. ഇല്ല എങ്കിൽ അങ്ങനത്തെ ഒരു കളി കാണിക്കത്തില്ലല്ലോ, പിടിച്ച് തെള്ളി അങ്ങനെ അറിയത്തില്ലല്ലോ. അവിടെ ജിൻഡോ എന്തെങ്കിലും ഫിസിക്കൽ അസാൾട്ട് ചെയ്തിട്ട് ജിൻഡോയെ പുറത്തു പോകണം. ആ ഒരു രീതിക്കുള്ള ഒരു കളിയാണ് അവിടെ കളിച്ചത് തന്നെ. അത് കൃത്യമായിട്ട് നമുക്കറിയാം. ഇതിന് മുമ്പുള്ള ലൈവുകളൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഇവിടെ സായി എന്ന് പറഞ്ഞാൽ കൊടും വിഷമാണ്. വിഷം കുത്തിവെക്കുന്ന ഒരു ടീമാണ് ഈ സായി എന്ന് പറയുന്നത്. ഈ ശകുനി എന്നൊക്കെ പറഞ്ഞില്ലേ, എന്താ പറയുന്നത്, ഈ കൂട്ടത്തിൽ കലക്കുന്ന അവര് ഈ സായി, ഈ സിജോ, അഭിഷേക് ഇവരൊക്കെ ഒരു ടീമിൽപ്പെട്ട ആൾക്കാരാണ്. ഇവരെന്ത് ചെയ്യും? ഇവരൊന്നിച്ച് കൂടി ആലോചിച്ച് ജിൻഡോയെ എങ്ങനെയാലും പുറത്താക്കുന്ന രീതിയിലേക്ക് തീരുമാനങ്ങൾ കൊണ്ടെത്തിക്കും. ഇവിടെ ഇന്ന് രാവിലെ സായി പറഞ്ഞൊരു കാര്യമുണ്ട്. സായി പറഞ്ഞേക്കുന്നത്, ഞാൻ വിചാരിച്ചാൽ ഞാൻ 80 ദിവസം കഴിഞ്ഞ് ഇവിടെ ഒന്നും കളിക്കത്തില്ല, ഞാൻ നിങ്ങൾക്കെതിരെ ഒന്നും കളിക്കത്തില്ല, നിങ്ങൾക്കെതിരെ എന്തെങ്കിലും കളിച്ചാൽ നിങ്ങൾ പുറത്തു പോകും, നിങ്ങളെ ഞാൻ പുറത്തു കളയും, ഞാൻ നിങ്ങൾക്കുള്ളതെല്ലാം എടുത്ത് അങ്ങ് വാരി വിതറും, അങ്ങനെ നിങ്ങൾ നാണം കെട്ടി ഇവിടുന്ന് തിരിച്ചു പോകും എന്ന രീതിയിലാണ് അവിടെ സായി രാവിലെ ജിൻഡോയെ കുറിച്ച് പറഞ്ഞത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ സായി ആയിക്കോട്ടെ, അഭിഷേക് ആയിക്കോട്ടെ, അതോടൊപ്പം തന്നെ സിജോ ആയിക്കോട്ടെ, ഇവരുടെ മൂന്നിന്റെ ഒരു പ്ലാനിന്റെ ഒരു പരിണിത ഫലമാണ് ഇന്ന് നമുക്ക് ആ ടാസ്കിൽ കാണാനായിട്ട് സാധിച്ചത്. ഇത് തന്നെയാണ്. അല്ലെങ്കിൽ അഭിഷേക് ജിൻഡോ അടുത്ത് വന്നപ്പോഴത്തേന് ആ സീലും പാടും എടുത്തോട്ട് പോയിട്ട് ആ ജിൻഡോയുടെ ആ സീൽ ചെയ്യാവുന്നതേ ഉള്ളൂ. വിഷയം അത്രേ ഉള്ളൂ. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ഒരു ഫിസിക്കൽ അസേർട്ടിലേക്ക് കൊണ്ടെത്തിക്കുന്ന രീതിയിലേക്ക് ഈ കാര്യങ്ങളെ കൊണ്ടെത്തിച്ചത് ഇവിടെ ഈ സായിയുടെ ഒരു ക്രൂക്കഡ് മൈൻഡും ഉണ്ട് ഇവിടെ. അതോടൊപ്പം തന്നെ അഭിഷേകിന്റെ ആ ഒരു പന്നക്കളിയും ഉണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇവിടെ ആരുടെ ഭാഗത്താണ് ശരി, ആരുടെ ഭാഗത്താണ് തെറ്റ്, അതും കമന്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.